സ്ലീബ ഇന്ന് ഇപ്പോൾ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും. ഇന്ന് നമുക്കറിയാം പ്രധാനപ്പെട്ട ദിവസമാണ്. അവിടുത്തെ ഈ ന്യൂ ഇയർ പുതുവത്സരത്തിന്റെ ഭാഗമായുള്ള വ്രതാനുഷ്ഠാനങ്ങൾ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. അതേറെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതേ സമയം ഏതാണ്ട് അടുക്കുമ്പോഴൊക്കെയാണ് അവിടെ ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത തരം ആക്രമണം ഉണ്ടാവുകയും കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയും തുടർന്ന് ഈ ഗസ യുദ്ധം ആരംഭിക്കുകയും ഒക്കെ ചെയ്ത് ഇന്നും നാളെയും നിർണായകമാകാം എന്ന് കരുതേണ്ടേ? അത്തരം വല്ല മുന്നറിയിപ്പുകളോ മറ്റോ ഉണ്ടോ അവിടെ? ഇതുവരെ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മുന്നറിയിപ്പില്ല. ഈ TV ചർച്ചകളിലും മറ്റ് ന്യൂസ് ചാനലുകളും ഇതിനെപ്പറ്റി വരുന്ന വാർത്തകൾ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അറിവുള്ളൂ. എങ്കിലും ഒരു ചെറിയ ആശങ്കയോട് കൂടിയാണ് ആളുകൾ ഇരിക്കുന്നത്. എന്തെങ്കിലും അറ്റാക്ക് ഇവിടെ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത, ചെറിയൊരു ഭീതി ജനങ്ങളിലും അതേപോലെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ ഇസ്രായേല് അതേ സമയത്ത് തന്നെ വീണ്ടും ഗാസയിലേക്കും അതേപോലെ ലെബനനിലേക്കും അറ്റാക്കുകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ തുൽക്കറാം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റെഫ്യൂജി ക്യാമ്പിലേക്ക് മിസൈൽ ചെയ്തതിന് ശേഷം 18 പേരോളം മരിച്ചു. അതുകൊണ്ട് ഇന്നലെ പലസ്തീൻ ഏരിയ കംപ്ലീറ്റും ഹർത്താൽ ആചരിക്കുകയായിരുന്നു. സാധാരണ രീതിയിൽ കാണാത്ത രീതിയിൽ എല്ലാ കടകളും അടച്ചാണ് പലസ്തീൻ അതിനുവേണ്ടി പ്രതികരിച്ചത്. അതേപോലെ ഈ പുതിയൊരു ലെബനന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഹിസബുള്ളയുടെ ഏരിയയിൽ അടുത്തുള്ള ആളുകളോടെല്ലാം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ ഏകദേശം ഒരു 40 മിനിറ്റ് മുമ്പ് ഇവിടുത്തെ TV ചാനലിൽ കാണിച്ചു തുടങ്ങി. അതേപോലെ ലെബനനിലേക്കും ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇറാഖിൽ നിന്ന് ഗോലാൻ കുന്നുകളിലേക്കും ഇറാഖ് റബൽസ് ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി 2 സൈനികര് കൊല്ലപ്പെട്ടു. ഇതൊക്കെയാണ് ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സംഭവങ്ങൾ. ആളുകൾ ചെറിയൊരു ഭീതിയിലാണ്. എന്തെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയിലൂടെ ജീവിക്കുന്നു. ഈ 181 മിസൈലുകൾ ഇറാൻ പായിച്ച സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. അന്ന് ഈ ബങ്കറുകളിലൊക്കെ ആളുകൾ അഭയം പ്രാപിച്ചത് നമ്മൾ കണ്ടു. അത്തരം നിർദ്ദേശങ്ങൾ ഇതിനകം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ് എന്ന് നമുക്കറിയാം. ഈ സാധാരണക്കാർക്ക് അധികം പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ്. നമുക്കറിയാം അത്രത്തോളം സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ഈ 4 വാർഡിൽ നിന്നും ഇത്തരം വലിയ വലിയ ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ കൂടുതൽ മുൻകരുതലുകൾ ആ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുവെന്നാണോ? ഇസ്രായേലി ഇസ്രായേലിലെ ആളുകൾ വർഷങ്ങളായിട്ട് യുദ്ധം കണ്ട് ജീവിച്ച ആളുകളാണല്ലോ. ഇവിടെയുള്ള ആളുകൾ വർഷങ്ങളായിട്ട് യുദ്ധങ്ങൾ കാണുന്നതാണ്. പക്ഷെ ഇറാൻ അറ്റാക്ക് എല്ലാ ജനങ്ങളിലും ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു ആ ഒരു സമയം. പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മാറുകയും ചെയ്തു. പിന്നെ ഇവിടെ ഈ ന്യൂ ഇയറിന്റെ ഒരു ആഘോഷങ്ങളായതുകൊണ്ട്, അവധി ദിവസങ്ങളായതുകൊണ്ട് ട്രാഫിക്കും റോഡിലുള്ള ജനത്തിരക്കും കടകളിലുള്ള തിരക്കും എല്ലാം പൊതുവെ കുറവാണ്. അതേപോലെ വേറെ ഒരു പ്രത്യേക ഇൻഫർമേഷൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഹോം ഫ്രണ്ടിൽ നിന്നോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ അവർ അറിയിക്കുന്നതായിരിക്കും. TV ചാനലിൽ കാണുന്ന വാർത്ത മാത്രമാണ് ഇപ്പോൾ ഉള്ള ഒരു ആശ്രയം അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. ശ്രീ സ്റ്റീഫൻ